ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആസ് എ ബിഗിനർ ഇൻ യൂട്യൂബ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടീസ്, സ്ട്രഗിൾസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ എടുത്തിട്ടാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ഞാൻ കാട് കയറിയ പോലെ ഒട്ടും പ്രിസൈസായിട്ട് പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് ഞാൻ എത്തിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാനതങ്ങ് കളഞ്ഞു. ഞാൻ ഇന്നലെ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം ടു ദ പോയിന്റ് സംസാരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, ആ സ്ട്രഗിൾസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല ഇനി സംസാരിച്ച് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത്, നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ബിഗിനർ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് 36 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 70ാമത്തെ വീഡിയോ ആയിരിക്കും. സോ 70 വീഡിയോസും 36 സബ്സ്ക്രൈബേഴ്സും, അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്ട്രഗിൾ എല്ലാവരെയും പോലെ തന്നെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടുന്ന വീഡിയോസിനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലത്തെ വ്യൂസ് എനിക്ക് കിട്ടുന്നില്ല, ലൈക്സ് കിട്ടുന്നില്ല, ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെയധികം കുറവാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് ആണെങ്കിലും ആളുകളിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ആണെങ്കിലും വളരെ കുറവാണ്. അത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ തന്നെ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം മുതൽ ഞാൻ ഗൂഗിൾ ചെയ്യാറുണ്ട് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, എൻ്റെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാനിരുന്ന് കാണും. ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, ചില വീഡിയോസിൻ്റെയൊക്കെ നമ്മുടെ ഈ തംബ്നെയിൽസും കാര്യങ്ങളും തന്നെ ഒറ്റ ദിവസം കൊണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം, 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ അതൊക്കെ കുത്തിയിരുന്ന് കാണുമായിരുന്നു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ അതൊരു വറിയായിട്ട് എൻ്റെ ഉള്ളിൽ എടുക്കണം. അയ്യോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലല്ലോ, അയ്യോ എനിക്ക് വ്യൂസ് കിട്ടുന്നില്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അതിന് റെസ്പോൺസ് എന്താ വരാത്തത്. അധികം ടൈം ആയിട്ട് കൂടിയില്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ സീരിയസ് ആയിട്ട് ഇത് കണ്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്തിനു വറി ചെയ്യണം ഇതിനെക്കുറിച്ച്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തു പോവുക, പിന്നീടുള്ള റിസൾട്ട് വഴിയേ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊന്നും കിട്ടുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് കിട്ടുന്നില്ലല്ലോ റെസ്പോൺസ് എന്നുള്ളൊരു സ്ട്രഗിൾ എനിക്കിപ്പോൾ ഉണ്ട്. അത് എല്ലാ ബിഗിനേഴ്സിനും ഉള്ളത് തന്നെയാണ്. സോ ഫസ്റ്റ് വൺ അത് തന്നെയാണ് എനിക്കുള്ള ഒരു കാര്യം. സെക്കൻഡ് വൺ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് 7 വ്യൂ, 8 വ്യൂ, 2 വ്യൂ ഒക്കെ ആയിരിക്കും. അതേസമയം ഒരു എഫേർട്ടും ഇടാതെ പണ്ടെപ്പോഴും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു റീലായിരിക്കും, അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ ചിലപ്പോൾ 2K ഒക്കെ കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ 2K ആണ് കേട്ടോ എൻ്റെ വ്യൂസ്. അതിൽ കൂടുതൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു 1K വ്യൂസൊക്കെ ആവുക എന്നൊരു വലിയ കാര്യമാണ്. ആസ് എ ബിഗിനർ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം, നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോയ്ക്ക് കിട്ടുന്നില്ല, അതേസമയം ഒരു എഫേർട്ടും ഇടാതെ ഞാൻ ചിലപ്പോൾ പണ്ട് എപ്പോഴോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കൊണ്ടിടുമ്പോഴത്തേക്കും എനിക്ക് 2K വ്യൂസൊക്കെ വരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്. എന്താണ് ഇങ്ങനെ, ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി ശരിയല്ലേ, അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. സ്റ്റിൽ ഞാനിപ്പോൾ ആ ഒരു കാര്യം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ എക്സ്റ്റേണൽ പ്രഷർ, ആസ് എ ബിഗിനർ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എക്സ്റ്റേണൽ പ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഡെയിലി ഓഫീസിൽ പോയിട്ട് ജോബ് ചെയ്യുകയാണ്. അപ്പോൾ ആ ആൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. ഇപ്പോൾ ഒരു ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആൾക്ക്
കിട്ടുന്ന ആ ഒരു പരിഗണന. ഇപ്പോൾ നമ്മൾ ആസ് എ യൂട്യൂബർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ ബിഗിനിങ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവൾ ചെയ്യുന്നത് ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഇത് അവൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എല്ലാവരും അതിനെ അംഗീകരിച്ച് തരണം, ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ നമ്മൾ പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞു വാവയാണുള്ളത്. അപ്പോൾ മാക്സിമം ടൈമും അവൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ, സ്റ്റിൽ ഇപ്പോഴും അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറ്. അല്ലാത്ത ചില ദിവസങ്ങളിൽ അവൾ ഒട്ടും തന്നെ ഉറങ്ങില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ നല്ലോണം എന്നെ സഹായിക്കുന്നുണ്ട്, കുഞ്ഞിനെ നോക്കി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു ആൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന തരത്തിലൊരു അംഗീകാരം നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇൻകമൊക്കെ ഇതിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ആളുകൾ ചിലപ്പോൾ അതിനനുസരിച്ചൊരു ആക്സെപ്റ്റൻസ് നമുക്ക് തരുമായിരിക്കും. എന്നിരുന്നാലും ആ ഒരു പീരീഡ് വരെ നമ്മൾക്ക് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടാവും, ആ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. ഇവൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇവൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഇതിന് വേണ്ടിയിട്ടാണോ ഈ ആൾ എന്ത് കോപ്രായമാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഡെയിലി കാണിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു ടോക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. അത് എവിടെ നിന്നാണെങ്കിലും കിട്ടും. അത് ഒക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നമ്മുടെ ഒരു സ്ട്രഗിളാണ്, പാർട്ട് ഓഫ് ജേണിയാണ്. എല്ലാ ജോലിക്കും ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ, ഹോസ്പിറ്റൽ, ലാബിൽ, ഷിപ്പിൽ, എയർപോർട്ടിൽ എവിടെ ജോലി ചെയ്യുമ്പോഴും നമുക്കൊരു പ്രൊബേഷൻ പീരീഡ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിൽ നമുക്കൊരു സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമുക്കതിൽ നിന്നൊരു ബിഗിനിങ് ടൈമിൽ നമുക്കൊരു കുറേ കൺസിഡറേഷൻസ് ഉണ്ടാവും. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും നമുക്കതിൽ ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ കുറച്ച് ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് കൺസിഡറേഷൻസ് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടും. യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോസ് നമ്മളാണ്. നമുക്ക് ആക്ടിവിറ്റീസ് തരുന്ന ആൾ നമ്മൾ തന്നെയാണ്. നമ്മളെ സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു വൺ മാൻ ഷോ ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ്. ആസ് എ ബിഗിനർ എന്തായാലും നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ആരുടെയും ഹെൽപ്പില്ല, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഏർണിങ്സ് ഇതിൽ നിന്ന് കിട്ടുന്നത് വരെ, ആ ഒരു സ്റ്റേജ് വരെ നമ്മളെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി നടത്തണം. അപ്പോൾ അതിൽ ഒരുപാട് സഫറിങ് കാര്യങ്ങളും ഉണ്ട്. ആസ് എ ബിഗിനർ ഞാനും ഇപ്പോൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഹൗസ് വൈഫ്സിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഡ്യൂട്ടീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു കരിയർ, സോഷ്യൽ മീഡിയ ഒരു കരിയറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ വീട്ടിലെ പ്രഷറും ഈ ജോബിൻ്റെ കാര്യങ്ങളും, അതായത് വീട്ടിലെ ഈ ജോലികൾ, കുഞ്ഞിനെ നോക്കുന്ന കാര്യങ്ങൾ ഒന്നും ചിലപ്പം ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല. ആ ആൾക്ക് നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ആൾ വർക്ക് ചെയ്തോട്ടെ, ആളെ ശല്യപ്പെടുത്തണ്ട, എല്ലാം ചെയ്തോട്ടെ. എൻ്റെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയാണ്. അതേസമയം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ആളൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന, ഒരു കുക്കിങ്ങിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു കുക്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആ ഒരു കൺസിഡറേഷൻ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി. ഇതൊരു ജോബായിട്ട്, ഇതൊരു കരിയറായിട്ട് ഒരാൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ സൊസൈറ്റി മാറി വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ സ്റ്റേജൊക്കെ ഒത്തിരി നമ്മൾ ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് അബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ മോളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ അവൾക്ക് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കണം, അവളുടെ കാര്യങ്ങൾ എനിക്ക് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. അത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനൊപ്പം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് തന്നെ എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ പാഷൻ, എൻ്റെ കരിയറൊക്കെ ഞാൻ നോക്കിയേ പറ്റുള്ളൂ. സോ അത് ഒരു ഡിഫിക്കൽട്ടി തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോവുക എന്നുള്ളതാണ്. സംടൈംസ് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ഒരു പോയിന്റിൽ എവിടെയോ നമ്മൾ സ്റ്റക്ക് ആവുന്നുണ്ട്, നമ്മുടെ ചാനൽ ഫ്രീസായി പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ചില ഷോർട്സ് അല്ലെങ്കിൽ ചില ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു വ്യൂ 2 വ്യൂവിൽ നിന്നിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായി പോവുകയാണ്, ഫ്രീസായി പോവുകയാണ്. പക്ഷേ പിന്നീട് വീഡിയോസ് ഇടുമ്പോൾ അത് റിക്കവറായി വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഏത് വീഡിയോ ആണോ ഫ്രീസായി പോയത് അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എനിക്കത് വലിയ സ്ട്രഗിളായിട്ട് തന്നെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഇങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുമ്പോൾ അതെന്താണ് ആളുകളിലേക്ക് എത്താത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവാറില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതെത്ര പേരിലേക്ക് എത്തുന്നുണ്ട്, അതെങ്ങനെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അധികം ചെയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടും, ഞാനത് ചെയ്ത് തീർക്കും. പിന്നെ സ്മാർട്ട് വർക്ക് ആണോ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ഹാർഡ് വർക്ക് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിൽ എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാട്, ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഇപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ദൈവം ഏതെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള റിസൾട്ട് കിട്ടും, നമുക്ക് തരും. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എന്തായാലും ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻസിൻ്റെ ഇടയിലിരുന്നിട്ട് പിന്നെയും വീഡിയോസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടി തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ആസ് എ ബിഗ്നർ നമുക്കിപ്പോൾ ആരും പ്രൊമോഷൻസ് ഒന്നും തരുന്നില്ല, സ്പോൺസർ ചെയ്യാൻ ആരും വരുന്നില്ല, നമുക്ക് പ്രൊമോഷണൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ എന്തായാലും കിട്ടത്തില്ല, PR വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കുറേ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊരിക്കലും എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രൊഡക്റ്റ് ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിന് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ജെനുവിനായിട്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മോൾക്ക്, എനിക്കൊരു കുഞ്ഞ് ബേബിയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ മാത്രമേ എനിക്കിപ്പോൾ വന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളോ തരാനായിട്ട് ഞാനൊരു ബിഗ്നർ മാത്രമാണ്. അപ്പോൾ അതും ഞാനൊരു സ്ട്രഗിൾ തന്നെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ആ ഒരു കാര്യത്തിലാണ്, ഒരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരാളിലേക്ക് കണ്ടിന്യൂസ് ഒരു 1 year ആയിട്ട് 6 months ആയിട്ടൊക്കെ അല്ലെങ്കിൽ 3 months ആയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന, അതിൽ കുറഞ്ഞ് യൂസ് ചെയ്യുന്നൊരു കാര്യം ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടില്ല. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത പ്രോഡക്ട്സ് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുന്നുള്ളൂ, ഞാൻ ആളുകളിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ എനിക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് അതൊക്കെ പിന്നീട് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളാണ്. അതൊക്കെ ശരിയായി വരും എന്നുള്ളൊരു ഹോപ്പുണ്ട്. ആ ഹോപ്പിലാണ് നമ്മൾ പിന്നെയും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാക്ക് ഓഫ് നോളജ്, അത് നമുക്കിതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ കാര്യത്തിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതിൽ ബെറ്റർ വേർഷൻ ആവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മളൊരു ബെറ്റർ വേർഷൻ ആയി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ആരും എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും അവർ ഫുള്ളും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ പതിയെ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നോളജസ് നമ്മൾ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള
ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നല്ലൊരു ക്യാമറ, ട്രൈപ്പോയിഡോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അതുപോലെ റിംഗ് ലൈറ്റ് സംഭവങ്ങൾ ഒന്നുമില്ല. എൻ്റെ ഒരു 4-5 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഫോണിൽ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അനാവശ്യമായിട്ട് ഒരു പൈസയും ആസ് എ ബിഗിനർ ഞാൻ ചിലവാക്കിയിട്ടില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് അതിൽ കൂടുതൽ ഇതിൽ മണി സ്പെൻഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആസ് എ ബിഗിനർ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലേ അല്ല. പിന്നെ എനിക്ക് ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ എത്രത്തോളം നമുക്കങ്ങനെ സീക്കാൻ പറ്റും. എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഞാനൊരു യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്നെ ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു പരിധിയുണ്ട് എല്ലാവരിലേക്കും അങ്ങനെ പറയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആരോടും ഒരു സപ്പോർട്ട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട്, എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അല്ലാതെ എക്സ്റ്റേണലി ചെന്ന ഒരാളോട് പറയുമോ, എൻ്റെ ഫ്രണ്ട്സിനോട് എന്ന് വാട്സപ്പ് ത്രൂ, ഇൻസ്റ്റാ ത്രൂ, ഫേസ്ബുക്ക് ത്രൂ അങ്ങനെ ഞാൻ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഓൺലി മൈ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ. അപ്പോൾ ബേബി വെയിറ്റ് ഗെയിനിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ലോങ് വീഡിയോ. എൻ്റെ മാരേജ് വീഡിയോസൊക്കെ കൂടാതെ ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ബേബി വെയിറ്റ് ഗെയിനിൻ്റെ വീഡിയോ ആണ്. അത് ചെയ്ത അന്ന് തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ട് ഉടനെ ഞാൻ കൊണ്ട് എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ നിന്ന് ഡയറക്റ്റ്ലി ഫേസ്ബുക്കിലേക്കും ഷെയർ ആയി പോകും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ടൻറ്റ് ആവശ്യമുള്ളവരിലേക്കും ആവശ്യം ഇല്ലാത്തവരിലേക്കും എത്തുകയാണ്. ഇപ്പം ഞാനൊരു മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ ഞാനൊരു ബേബി വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്തിട്ട് അത് ചിലപ്പോൾ മുന്നിലേക്ക് എത്തുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയിലേക്കായിരിക്കും എത്തുക, അല്ലെങ്കിൽ ഒരു ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയിലേക്കായിരിക്കും ഇതെത്തുക. പക്ഷേ ആസ് എ ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു കസിനാണ് എന്ന നിലയിൽ വന്നിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണും, എന്നിട്ട് എനിക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നവർ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തു, ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ അവർ കാണുന്നില്ല. കാരണം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടോ അങ്ങനെ ഒരു സപ്പോർട്ട് കൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. സോ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുക, അല്ലാതെ എക്സ്റ്റേണലി ചെന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലൂടെ അത് പ്രൊമോഷൻ നടത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് എത്ര കണ്ട് വർക്കൗട്ട് ആകും എന്നെനിക്ക് അറിയില്ല. കാരണം എനിക്കതൊരിക്കലും അത്ര നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിന് ഇട്ടൊരു 4 hours ഒരു 100 വ്യൂസ് വന്നായിരുന്നു. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. ഞാനിങ്ങനെ സ്റ്റോറീസോ കാര്യങ്ങളൊന്നും ഇടാതെ ജസ്റ്റ് ഞാൻ കൊണ്ട് യൂട്യൂബിൽ ഡയറക്റ്റ്ലി വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ പരിതാപകരമായിരുന്നു അവസ്ഥ. 7 വ്യൂസ് 8 വ്യൂസൊക്കെ ആയിരുന്നു. പക്ഷേ അത് കൊസി കെയർ ക്രീമിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാൻ പറയാം, ഈ 7 വ്യൂ 8 വ്യൂ എന്നുള്ള കാര്യം ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എബോവ് 500 വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. കൊസി കെയർ ക്രീമിൻ്റെ ആ വീഡിയോയ്ക്കാണ് എൻ്റെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ലോങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എവിടെയും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. ആരോടും ഇത് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞിട്ട് ആർക്കും അയച്ചു കൊടുക്കുക. ഈവൻ എൻ്റെ വീട്ടിലെ അച്ഛനും ചേച്ചിയും പോലും എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ആഗ്രഹമുള്ളവർ കണ്ടറിഞ്ഞ് അവർക്കത് ഇഷ്ടപ്പെട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ ഒപ്പം കൂടുക, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്ത് കാണുക. അതാണ് എൻ്റെ ആഗ്രഹം. അത് എത്രത്തോളം നടക്കും, എത്രത്തോളം പോസിബിൾ ആകും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഇപ്പം എനിക്ക് 36 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ ഈ 36 സബ്സ്ക്രൈബേഴ്സും ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരിക്കലും ഞാൻ ആരുടെ അടുത്തും ചെന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, എൻ്റെ ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് പിജിയാണ്. അവളാണ് എൻ്റെ ചാനലിലെ മിക്ക വീഡിയോസിനും വന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് വിജിയാണ്. അവൾ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ
അവള് കാരണം കൂടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. കാരണം എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. വിജിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അവളും ഞാനും കൂടി ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഒരുമിച്ച് ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഞങ്ങളുടെ കുറച്ച് സിറ്റുവേഷൻസ് കാരണം അത് ബ്ലോക്കായി പോയി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 കുഞ്ഞുവാവകളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ സെയിം എൻ്റെ അതേ സിറ്റുവേഷനിലൂടെ കൂടെയാണ് അവളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളാണ് പറഞ്ഞത്, ഏടി നമുക്കിനി എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, നമ്മളിനി എന്ത് നോക്കാനിരിക്കും, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട്, മേക്കപ്പ് വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്യാമറ അത്ര പോരാ, അതൊക്കെ ഇനി ഒന്ന് ഡെവലപ്പാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ മേക്കപ്പ് വീഡിയോസ്, ഗെറ്റ് റെഡി വിത്ത് മീ കാര്യങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഡെയിലി വ്ളോഗ്സ് എൻ്റെ ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എൻ്റെ മോളെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എൻ്റെ ഹസ്ബൻഡിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് ഡീപ്പായിട്ടല്ല, എന്നാൽ കുറച്ചൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് അതിൽ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല കേട്ടോ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അവരുടെയും പ്രൈവസി കൂടി മാനിച്ചുകൊണ്ട് അത് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും നീ പോയി യൂട്യൂബ് ചാനൽ ചെയ്തോ വീഡിയോസ് ചെയ്തോ എന്ന് പറയുന്ന ഒരാളല്ല. എന്നെ അതിന് വേണ്ടിയിട്ട് അധികം അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കില്ല. നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യണ്ട എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ കേസിലും. നീ ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടില്ല, നീ ചെയ്യണം എന്നും പറഞ്ഞിട്ടില്ല. ഈ യൂട്യൂബ് ചാനലിൻ്റെ കേസിലെന്നല്ല, എന്ത് കാര്യവും എനിക്ക് ലൈഫിൽ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഇത് മാത്രമല്ല, ലൈഫിൽ ഞാൻ ഇനി എന്ത് കാര്യം ചെയ്താലും എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ട്ണറെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എന്നെ സഹായിക്കുന്ന എൻ്റെ അമ്മ, പിന്നെ കുറേയൊക്കെ എൻ്റെ ഒപ്പം കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എൻ്റെ മോള്. അധികം ഒന്നും കരയാൻ പിടിക്കുകയൊന്നും ചെയ്യാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കുഞ്ഞും നിൽക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇത്ര സ്മൂത്തായിട്ട് പോകുന്നത്. ഞാൻ ഫേസ് ചെയ്യുന്നൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട്. പല കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റഡ് അല്ല, എവിടേക്കൊക്കെയോ ഞാൻ മിസ്സാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും എൻ്റെ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാം പതുക്കെ ചെയ്തു പോകുന്നൊരു പ്രകൃതമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പതുക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് വരാറുണ്ട്. എൻ്റെ വീഡിയോസിൽ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല, കുറച്ചും കൂടിയൊക്കെ നോളജ് ഉണ്ടാവണം, കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴേക്കും അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇതെൻ്റെ കരിയറാണ് എന്നൊരാളോട് പറയാനൊരു ബുദ്ധിമുട്ട്. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ഞാനിത് കരിയറായിട്ട് ചൂസ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കരിയർ എന്ന് ഒരാളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആരും അതിനെ അംഗീകരിച്ച് തരുന്നില്ല. ആ വീഡിയോ ഒക്കെ ചെയ്ത് കോപ്രായൊക്കെ കാണിച്ച് നടക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ആരും തന്നെ അതിനെ 100% സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. മറ്റൊരു ജോലിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഇതിൽ നിന്നും എത്ര കണ്ട് കിട്ടും എന്നെനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കുറേ കണ്ടീഷൻസൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ പാരൻസിനും, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ അത് മനസ്സിലാക്കി വരുന്നുണ്ട്. എൻ്റെ അമ്മ അതനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിക്കാറില്ല. സോ സൊസൈറ്റിയുടെ ഒരു പ്രഷർ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല കളിയാക്കലുകൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കുത്തി കളിയാക്കും. അയ്യേ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അവർ ചിലപ്പോൾ തമാശയ്ക്കായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ നമുക്ക് നല്ല വിഷമം തോന്നും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞിനെയും വെച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. ഒരു വീഡിയോ എടുക്കാനായിട്ട് എത്ര ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയാണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൂടി നമ്മൾ അതിന് ഒരുപാട് എഫേർട്ട്സും കാര്യങ്ങളും ഇടുന്നുണ്ട്.
ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോൺ വെച്ചിരിക്കുന്നത് ഒരു ടൈഗോട്ടിൻ്റെ ഒരു ചെറിയ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവത്തിലാണ്. എന്നിട്ട് അത് എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ് ചെയർ ഉണ്ട്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ബെഡിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഒരു അറിവ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആസ് എ ബിഗിനർ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിളും ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒരു പോസിറ്റീവ് തിങ്കിങ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ഹാർഡ് വർക്ക് ഇടുന്നതിൻ്റെ റിസൾട്ട് എനിക്ക് എന്നാണെങ്കിലും കിട്ടും, ഇതിൽ നിന്ന് കിട്ടിയിരിക്കും എന്നൊരു പോസിറ്റീവ് തോട്ട് വെച്ചുകൊണ്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. എൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 1 million സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്ത വീഡിയോ ആണെങ്കിലും സെറ്റായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതേ വീഡിയോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം തന്നെ വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ വിചാരം എന്താ, എൻ്റെ വീഡിയോസ് കാത്ത് ഒരുപാട് പേരിയ്ക്കുന്നുണ്ട്, എനിക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു പോസിറ്റീവ് തോട്ട് ഈ കാര്യത്തിലുണ്ട്. എനിക്ക് ഒരു മടുപ്പും വരാറില്ല വീഡിയോസ് എടുക്കാനായിട്ട്. അയ്യോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എനിക്ക് വ്യൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇനി വീഡിയോസ് ചെയ്യണ്ട എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ബട്ട് ഓഫ് കോഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്, എന്താണ് കയറാത്തത് എന്നുള്ളൊരു ഫ്രസ്ട്രേഷനൊക്കെ വരാറുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോസ് ചെയ്യൽ നിർത്താനൊന്നും പോകുന്നില്ല. ഞാനിനി വേറെ ഏതെങ്കിലും ഒരു കരിയറിലേക്കോ പ്രൊഫഷനിലേക്കോ പോയാലും എൻ്റെ ലൈഫ് വേറെ രീതിയിലേക്ക് പോയാലും എങ്ങനെയൊക്കെ പോയാലും ഞാനിത് ഡെയിലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എനിക്ക് അത്ര മെൻ്റൽ പീസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 1.5 വർഷമായിട്ട് ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഫിനാൻഷ്യലി ഒട്ടും തന്നെ ഇൻഡിപെൻഡൻറ്റും അല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പക്ഷേ എന്നെ ഒരിക്കലും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ എന്താ പറയുക, എന്നെ അത്രയും പാമ്പർ ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ഇനിയെങ്കിലും ചെയ്യണം. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത്. പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, പറയേണ്ടവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നല്ല കാര്യം ചെയ്താലും പറയും, ചീത്ത കാര്യം ചെയ്താലും പറയും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത്? നമുക്ക് മെൻ്റൽ പീസ് തരുന്ന, നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളെ ദ്രോഹിക്കാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ പ്രിസൈസായിട്ട് ഞാനത് പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സായി, എന്നെപ്പോലെ തന്നെ ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സ്, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വളരെ കുറച്ച് വ്യൂസൊക്കെയുള്ള യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹം കുറേ കാലങ്ങളായിട്ട് ഉള്ളിലുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളിങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കാതെ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ആളുകളിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ആരെയും ദ്രോഹിക്കാതെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തോരം കാര്യങ്ങൾ എൻ്റെ മോൾക്ക് വേണ്ടി ഡെയിലി ഓരോ കാര്യങ്ങൾ റിസർവ് ചെയ്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. അതുപോലെ എനിക്ക് വേണ്ടി എൻ്റെ സ്കിന്നിനും ഹെയറിനും എൻ്റെ ബോഡിക്കും മൈൻഡിനും വേണ്ടി ഡെയിലി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കിത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൂടാ, കൺവേ ചെയ്ത് കൊടുത്തുകൂടാ? അതിനുള്ള കഴിവ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനു ഞാനത് ചെയ്യാതിരിക്കണം എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെൻറ്റിൽ ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത്. പറ്റുന്ന എല്ലാ ആഗ്രഹങ്ങളും പറ്റുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുക. നമുക്കാകെ ഒരു കുട്ടി ലൈഫേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് യൂട്യൂബിലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവറും. അതാണല്ലോ യൂട്യൂബിലെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന ദിവസം 36 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഈ എടുത്ത വീഡിയോ ഞാൻ ഇരുന്ന് കാണും. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ ആ സമയത്ത് കിട്ടും. ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ഈ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.